നമ്മുടെ സശസ്ത്ര സീമാ ബാലിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ, അതായത് SSBയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പുതിയൊരു നോട്ടിഫിക്കേഷൻ ഉടനടി വരാൻ പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷനാണ്, SSBൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പോസ്റ്റ് വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ തുടങ്ങിയൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യം തന്നെ കോൺസ്റ്റബിൾ വെറ്റിനറി പോസ്റ്റ് ഉണ്ട്. ടോട്ടൽ 34 ഒഴിവുണ്ട്. ഒരു കാറ്റഗറിക്കുള്ള ഒഴിവ് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം കേട്ടോ. ഇത് ഷോർട്ട് നോട്ടീസാണ്. ഇതിൻ്റെ ഔദ്യോഗിക, അതായത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും. ഇത് ജസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്ന ജസ്റ്റ് ഒരു പീസ് ഓഫ് ഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും. അന്ന് അപേക്ഷ തുടങ്ങും. അത് ഈ മാസം എൻഡോട് കൂടിയെങ്കിലും, അതായത് ലാസ്റ്റ് വീക്ക് ഓഫ് മാർച്ചിലെങ്കിലും നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ കോൺസ്റ്റബിൾ കാണാൻ സാധിക്കും. കോൺസ്റ്റബിൾ ഡ്രൈവറാണ്. ഇത് ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ കേട്ടോ. ബാക്കിയുള്ള ആൺകുട്ടികൾ ഓൺലി എന്ന് പറയാത്തതെല്ലാം എന്ത് ചെയ്യാം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. സോ ഇതിന് 553 ഒഴിവുകളുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ കോൺസ്റ്റബിൾ ഗാർഡനർ പോസ്റ്റാണ് 41 ഒഴിവുണ്ട്. അതുപോലെ തന്നെ വാട്ടർ കരിയറാണ് 5 ഒഴിവാണുള്ളത്. ജനറൽ കാറ്റഗറിയിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ SC ST OBC എല്ലാവർക്കും കൊടുക്കുക, പക്ഷേ ജനറൽ ആയിട്ടായിരിക്കും ഈ പോസ്റ്റിന് പരിഗണിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കോബ്ലർ ഉണ്ട് 25 വേക്കൻസി. കോൺസ്റ്റബിൾ ടൈലർ ഉണ്ട് 41 വേക്കൻസി. കോൺസ്റ്റബിൾ വാഷർമാൻ ഉണ്ട് 74 വേക്കൻസി. പിന്നെ കോൺസ്റ്റബിൾ ബാർബർ ഉണ്ട് 43 വേക്കൻസി. പിന്നെ കോൺസ്റ്റബിൾ വെയിറ്റർ, അതുപോലെ തന്നെ കാർപ്പൻ്റർ, പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ നേഴ്സിംഗ് ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും. അതിന് ഒരു ഒഴിവാണ്. ഓരോന്നിൻ്റെ ഓരോ ഒഴിവുകൾ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും കേട്ടോ. ടോട്ടൽ 827 ഒഴിവുകളാണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് SSB ഉടനെ വിളിക്കാനായിട്ട് പോകുന്നത്. സോ ഇതിലേക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 21,700 മുതൽ 69,100 വരെ ലഭിക്കുന്ന ലെവൽ 3 ആണ് പേ സ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പോസ്റ്റിൻ്റെയും കോൺസ്റ്റബിൾ വെറ്റിനറി ആകുമ്പോൾ 18 to 27 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. അതായത് ഇതിൻ്റെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 1 year വെറ്റിനറി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. 18 to 27 വയസ്സ് വരെ അപേക്ഷിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ കുറച്ച് ബ്ലറായിട്ടാണ് ഉള്ളത്, പക്ഷേ വീഡിയോ ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എഡിറ്റ് ചെയ്ത് ഇത് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്തിട്ടായിരിക്കും വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ കാണാൻ സാധിക്കും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. സയൻസോട് കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് സയൻസോട് കൂടി പാസ്സാണ്. സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോ സയൻസ് കാര്യങ്ങൾ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതായിരിക്കും. 10ാം ക്ലാസ്സിൽ അധികം പേർക്കും ഉണ്ടാകും. പിന്നെ 1 year എക്സ്പീരിയൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ ഒരു ആനിമൽ സ്പെഷ്യലൈസേഷനൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെറ്റിനറി ഹോസ്പിറ്റലിലുള്ള 1 year എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. പിന്നെ കോൺസ്റ്റബിൾ ഡ്രൈവറാണ് 18 to 27 വയസ്സ് വരെ അപേക്ഷിക്കാം. 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഹെവിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, അത് വേണം. അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റുകൾ കോൺസ്റ്റബിൾ, ഗാർഡനർ, അതുപോലെ തന്നെ വാട്ടർ കരിയർ, പിന്നെ കോബ്ലർ, ടൈലർ, വാഷർമാൻ, ബാർബർ, വെയിറ്റർ, ഇതിനൊക്കെ 18 to 23 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 10ാം ക്ലാസ് വേണം. 2 year വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 1 year സർട്ടിഫിക്കറ്റ് കോഴ്സ് അതും ചോദിക്കുന്നത്. അതായത് 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഒന്നിച്ച് നിങ്ങൾക്ക് എന്ത് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ 1 year സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതും അല്ലെങ്കിൽ 2 year ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10ൻ്റെ കൂടെ ഏതെങ്കിലും ഈ പറഞ്ഞ യോഗ്യത മതി. പിന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകും, അത് പാസ്സാവണം. പിന്നെ കോൺസ്റ്റബിൾ കാർപ്പൻ്റർ 18 to 25 വയസ്സ് വരെ അപേക്ഷിക്കാം. 10ാം ക്ലാസ് ആണ് യോഗ്യത. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതില്ലാത്ത പക്ഷം 10ൻ്റെ കൂടെ എന്തുണ്ടായാൽ മതി, 1 year സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടായാൽ മതി. അതും ഇല്ലെങ്കിൽ 2 year ഡിപ്ലോമ ഉണ്ടായാൽ മതി. 10ൻ്റെ കൂടെ ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ക്വാളിഫൈ ചെയ്യണം, ട്രേഡ് ടെസ്റ്റ് എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ നേഴ്സിംഗിന് വരുന്നത് 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് കൂടി ആ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നേഴ്സിംഗ് ഓർഡർലി പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനാണ് ഇപ്പം പറഞ്ഞത്. നേഴ്സിംഗ് എന്ന് പറയുന്ന ഫീൽഡിൽ ഓർഡർലി പോസ്റ്റിന് 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് ആദ്യം ഫിസിക്കലാണ് ഉണ്ടാകുക. പിന്നെ SC ST ഉദ്യോഗാർത്ഥികൾ 5 വർഷവും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ആദ്യം ഫിസിക്കൽ ടെസ്റ്റിലൂടെയാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ഇതിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഫിസിക്കൽ ടെസ്റ്റിൽ ആദ്യം വരുന്നത് ആൺകുട്ടികൾക്ക് 4.8 കിലോമീറ്റർ ഓട്ടം 24 മിനിറ്റിലും പെൺകുട്ടികൾക്ക് 2.4 കിലോമീറ്റർ ഓട്ടം 18 മിനിറ്റിലും ഓടി തീർത്തണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുത്തത്, അതായത് ഹൈറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത് സ്പെഷ്യൽ കാറ്റഗറീൻ്റെ ആണ്. എല്ലാവർക്കുള്ള ഹൈറ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കോൺസ്റ്റബിൾ
വെറ്റിനറി പോസ്റ്റും എല്ലാ പോസ്റ്റിനും ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ, ഡ്രൈവർ 170 തന്നെയാണ് കേട്ടോ. ഹൈറ്റ് പറയുന്നത് 170, ഫീമെയിൽസിന് 157. പിന്നെ ST ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ പോസ്റ്റിനുമുള്ള ഹൈറ്റ് പറയുന്നുണ്ട്. പിന്നെ വാട്ടർ കരിയർ ഈ പോസ്റ്റുകൾക്കെല്ലാം 167.5 സെൻറ്റിമീറ്റർ ഉയരം മതി. അങ്ങനെ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ കാറ്റഗറിൻ്റെയാണ്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പിന്നെ അതുപോലെ നേഴ്സിംഗ് ഓർഡർലി പോസ്റ്റിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 165 വേണമെന്നുള്ള കാര്യം പറയുന്നത് കാണാൻ സാധിക്കും. ഫീമെയിൽസിന് 155, ചെസ്റ്റ് 75 നിന്ന് 80 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഫീമെയിൽസ് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിയാണ് ഒരു പോസ്റ്റിൻ്റെയും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഷോർട്ടായിട്ടുള്ള വിവരങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.